സദൃശ്യവാക്യങ്ങൾ 21-ാം വാക്യം. ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന് സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നു. ജീവിതം എല്ലാവർക്കും ഗുണകരമാകണമെന്നും എല്ലായ്പ്പോഴും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുമാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഭയത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരുടെ ലക്ഷ്യം. നിരന്തരം അവർ അതിനായി ശ്രമിക്കുകയും പ്രവർത്തിക്കാൻ അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നാൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നീതിമാന്മാരുടെ ഹൃദയം വേദനിക്കും. തങ്ങളുടെ ലാഭത്തിനല്ലാതെ പ്രവർത്തിച്ചിട്ടും വേണ്ട പിന്തുണ ലഭിക്കാതിരിക്കുകയും എതിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവർ ദുഃഖിതരാകും. അതേസമയം ന്യായമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോഴെല്ലാം അവർ ആനന്ദമുള്ളവരായിത്തീരും. ഇതാണ് നീതിമാന്മാർ സന്തോഷം കണ്ടെത്തുന്നത് ന്യായം പ്രവർത്തിക്കുമ്പോഴാണെന്ന് പറയുന്നത്. എന്നാൽ രണ്ടാം ഭാഗത്ത് ദുഷ്പ്രവർത്തിക്കാരെക്കുറിച്ചാണ് പറയുന്നത്. നീതി പ്രവർത്തിച്ച് നീതിമാന്മാർ ആനന്ദം കണ്ടെത്തുന്നെങ്കിൽ ദുഷ്ടത പ്രവർത്തിച്ച് ദുഷ്ടചിന്താഗതിക്കാർ ആനന്ദം കണ്ടെത്തുന്നു. എന്തോ വലിയ കാര്യം ചെയ്ത മനോഭാവമാണ് അവരുടെ ദുഷ്ടത വിജയിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ന്യായത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ അവർക്ക് മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിക്കും. നീതിമാന്മാരെ അവർ വിഡ്ഢികളായി മുദ്രകുത്തും. ഈ ലോകത്തിൽ നീതിമാന്മാർ അവശിഷ്ടങ്ങളെന്നും ഉപദ്രവകാരികളെന്നുമായിരിക്കും അവരുടെ വിലയിരുത്തൽ. എന്നാൽ നീതി പ്രവർത്തിക്കുന്നത് അവർക്ക് ഭീകരമെന്നതുപോലെ അവരുടെ ദുഷ്ടതയ്ക്ക് പ്രാപിക്കാനിരിക്കുന്ന പ്രതിഫലവും ഭയങ്കരമായിരിക്കും എന്ന മുന്നറിയിപ്പാണ് ഈ വാക്യം നൽകുന്നത്. തിന്മ പ്രവർത്തിക്കാനും ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കണം. സമയം ചെലവിടണം, ആസൂത്രണങ്ങൾ നടത്തണം, വിജയിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യണം. ഒരുപക്ഷെ നന്മ ചെയ്യാൻ ഉപയോഗിക്കേണ്ടി വരുന്നതിനേക്കാൾ കഴിവും ഊർജവും തിന്മ പ്രവർത്തിക്കാൻ ചെലവിടേണ്ടി വരും. രണ്ടിനും ഉറപ്പായും അതിനൊത്ത പ്രതിഫലമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും പ്രയാസം കുറഞ്ഞ നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാവില്ലേ? ഈ തിരിച്ചറിവ് നമുക്ക് തീർച്ചയായും ഉണ്ടാകണം. മറ്റുള്ളവർക്കും ഉണ്ടാകാൻ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.